അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ വയനാടൻ ടൂറിസ്റ്റ് ബസ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് കമന്റ് വന്നിരുന്ന ഒരു പോസ്റ്റ് ഇട്ട സമയത്തിൽ അമ്മൂസേ, അതായത് നമ്മളിത് പെട്ടിട്ട് കൊടുക്കുകയാണ്, മതിയായ എത്രമാനം കമന്റ്സ് യൂട്യൂബ് ചാനലിനെ പറ്റുള്ളൂ, ബിസിനസ് പറ്റൂല. എല്ലാരും ഞാൻ പറയുന്നത് കേട്ടോ, ഒരുപാട് ആൾക്കാർ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കമന്റ് ഇട്ടവരുണ്ട്. കുറച്ച് പേര് നമ്മൾ എന്തിനാണ് വണ്ടി കൊടുക്കുന്നതെന്ന് അറിയാതെ കമന്റ് ഇട്ട ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബസ് കൊടുക്കുന്നത് വേറെ ഒന്നിനുമല്ല, നമ്മൾ പുതിയ ബസ് എടുത്തു. നമ്മൾ കാറും ബൈക്കും എടുക്കുന്ന പോലെ അല്ല ഒരു ബസ് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് തന്നെ നമുക്ക് വേണം. കുറേയൊക്കെ നമ്മൾ ലോണും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ പുതിയ ബസ് വരുന്നതിൽ വലിയൊരു സന്തോഷമുണ്ട്. പക്ഷേ ഈ നമ്മുടെ പഴയ ബസ് കൊടുക്കുന്നതിൽ ഒരു സങ്കടമുണ്ട്. പക്ഷെ നമുക്ക് കൊടുക്കാതെ ഞാൻ മാക്സിമം നോക്കി, നമുക്ക് 10 ദിവസം കൊണ്ട് വണ്ടി ഇറക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ വെച്ചാൽ കുറച്ച് ഫണ്ട് ഷോർട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മുടെ ഈ ബസ് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബസ് കൊടുക്കുന്നത്. അല്ലാതെ വണ്ടി കംപ്ലൈന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് പെട്ടുപോയിട്ടോ അല്ല. പിന്നെ ഞാൻ വിചാരിച്ചു നല്ലൊരു വണ്ടി വന്നാൽ നല്ല സർവീസ് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് എല്ലാവരും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വണ്ടി മാറ്റി അല്ലേ. ഇപ്പൊ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു നല്ലൊരു ബസ് ഇറക്കണം തോന്നി, അങ്ങനെ ഇറക്കി. പിന്നെ മാത്രമല്ല, ബസ് ഇതുവരെ ഞാൻ നിലവിൽ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വന്നോ, നല്ലൊരു പ്രൈസിൽ തന്നെ ഞാൻ തരാം. റേറ്റ് നെഗോഷ്യബിൾ ആണ്, ഞാൻ കുറയ്ക്കും. ഞാൻ അത് ജസ്റ്റ് ഇട്ടു എന്നുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ വരിക, നോക്കുക, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, നമ്പർ ഞാൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുക്കുക. ആവശ്യക്കാർ മാത്രം വിളിക്കുക, അല്ലാതെ ആരും വിളിക്കരുത്. ഓക്കെ, ആവശ്യക്കാർ മാത്രം വിളിക്കുക. ഞാൻ അവലെടുക്കുന്നത് നമ്മുടെ ഡ്രൈവർമാരാവും. ഓക്കെ.